എന്റെ മക്കളെ കൈകൾ കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക. എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. ഇതാ ഇങ്ങനെ. എന്റെ മക്കളെ പൊക്കിൽ കൊടിയുടെ വേരറുത്ത് അവരെന്നെ തോൽപ്പിച്ചു. മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് അവരെന്നെ തോൽപ്പിച്ചു. വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. ഇവിടെ അല്ല, അവിടെ. തോൽവികളേറ്റുവാങ്ങാനാണ് നിന്റെ ജന്മം. കണ്ണുനീർ കൊണ്ട് ഒന്നുകൂടി പറയൂ ഗേൾസ്. ഹലോ, കുടിക്കാനൊന്നുമില്ല? പെപ്സി കോള വലിക്കാനും കിട്ടിയില്ല. എത്ര നേരമായി പറഞ്ഞിട്ട്. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ, അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. അജി, സാറിന് കുടിക്കാൻ സിഗരറ്റും 555 വേണം. സാറിന്റെ ബ്രാൻഡ് അതാ. ചിക്കിലുണ്ടോ കയ്യിൽ 555? ഇന്നലെ തന്നെ തീർന്നോ? അത് ഇന്നലെ തന്നെ ടാക്സി കൊടുത്തില്ലേ? വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. വർഷം ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ആ ബുജി ഭയങ്കര എക്സ്പെൻസീവാ. കാറിലെ വരൂ, 555 വലിക്കൂ. എന്തൊക്കെയാ ബുജിയുടെ ഡിമാൻഡ്? ബജിയല്ല, ബുജി, ബുദ്ധിജീവി. അയാൾക്ക് ഒരു ദിവസം 1500 രൂപ ചെലവാ. ഞങ്ങൾ നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല. ഒരു 500 രൂപ ഒന്ന് സഹായിക്കണം. കടമായിട്ട് മതി, തിരിച്ചു തന്നേക്കാം. രൂപ തരാം, പക്ഷേ തിരിച്ചു തരൂല്ലോ അല്ലേ? ആരും എന്റെ വാങ്ങിച്ചാ തിരിച്ചു തരാറില്ല, അതുകൊണ്ടാ. ഞങ്ങൾ തരും, ഉറപ്പാ. പ്രിൻസിപ്പാള് ഫണ്ട് അനുവദിച്ചാ അപ്പ തരും. താങ്ക് യു. അതാവൾ. അങ്ങനെയല്ല, അതാവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കൈ ചൂണ്ടണം. അതാവൾ, അന്യയാണവൾ, അബലയാണവൾ, പരിത്യക്തയാണവൾ, കാലത്തിന്റെ ഇടനാഴിയിൽ കാലിടറി വീഴാൻ വിധിക്കപ്പെട്ടവൾ. എവിടെയാണ് ഇവൾക്കൊരു മോചനമാർഗം? എവിടെ ആ പകൽമാന്യം? എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ? നമുക്ക് പോകാം. കണ്ണും കണ്ണും കൊള്ളയടിത്താൽ കാതൽ என்று அர்த்தம். அஜிங்கி சக்க ஜிங்கி சக்க ஜிங்கி சக்க பூவை வண்டே கொள்ளையடித்தால் மோகம் என்று அர்த்தம். அஜிங்கி சக்க ஜிங்கி சக்க. யார் நீங்க? என்ன வேணும்? தமிழ்த்தியா? பின்ன நான் என்ன நேபாளியா? தமிழே தான். கொஞ்சம் தண்ணி வேணும். தண்ணி குடுக்கிறதுக்கு நான் என்ன மினரல் வாட்டர் கடையா நடத்திட்டு இருக்கேன்? பாபா, ஐயோ, போன் பண்ணி அடிக்குது. கோ அவுட் மேன். டெலிபோன் பண்ணி போல் சிரிப்பா வெளியவனா? ஹலோ யா, இங்க மோன இல்ல போன் இல்ல, நான் தே இருக்கிறேன். சன்னா சன்னு நீ வரலீங்க டாக்டர்மா. அவங்க வந்தா நானே காப்பி போட்டு கொடுத்துறேன். சரிங்க டாக்டர்மா, வச்சிட்டுங்களா? சரிங்க. மெல்போர்ன் மணிப்பலா. ஐயோ, அந்த தண்ணி கட்ட பையன் தான் சன்னா இருப்பான் போல் இருக்கு. தெரியாதனமா திட்டிவிட்டேன். அட சன்னா! ஐயோ, அந்த பையனை காணுமே. ஹலோ தம்பி, பிரதர். சாரிங்க, நீங்க இல்லைங்க. சாரிங்க. இந்த பையன் அந்த பையன் இல்ல. அப்ப வந்த பையன் எந்த பையன்? Totally I'm confused. Who is the black sheep? லட்ச ரூபா கொடுத்தாலும் இந்த வீட்டுக்குள்ள நான் தனியா இருக்க மாட்டேன். Oh Jesus, bless us, our Lord, and this thy gift, which we are going to receive from thy bounty, through Christ. Amen. நீங்க ரெண்டு பேரும் ஆறு. அந்த பையன் தானே இந்த பையன். அப்ப இந்த பொண்ணாரு? മകളെ, என்னங்க? നിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എന്താണ് പരവശയായിരിക്കുന്നത്? நான் பரதேசி இல்லங்க. இந்த வீட்டுக்கு வேலைக்கு வந்திருக்கறங்க. ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ്
നീ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം പ്രേതങ്ങൾ പണ്ടേ ക്ഷമാശീലമുള്ളവരാണ്. പ്രേതമാ? പ്രേതം തമിഴിലെ ആവിതാണ്. ഇന്ന് ഓഗസ്റ്റ് 13 വെള്ളിയാഴ്ച. എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം 4:37 ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഓംലെറ്റിൽ വിഷം കലർത്തി അത് കൃത്യം 2 കഷ്ണങ്ങളാക്കി മുറിച്ച് അത് കഴിച്ചാണല്ലോ ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായില്ലേ മകളെ? ആത്മഹത്യക്ക് തമിഴിൽ എന്താ പറയാ? ഞങ്ങൾ മലയാളി പ്രേതങ്ങളാണല്ലോ. തമിഴില് തർക്കൊലയെന്ന് சொல்லுவாங்க, ഇംഗ്ലീഷില് സൂയിസൈഡ്ന്ന് சொல்லுவாங்க. വെരി ഗുഡ്. മകൾക്കായിരിക്കും. പ്രേതങ്ങൾക്ക് സാധാരണ ഫോൺ വരാറില്ലല്ലോ. ഇല്ലല്ലോ. ആവി സാർ, ഞാൻ പോയി ഫോൺ എടുക്കட்டுங்களா? ഓക്കേ. சரிங்க. ஹலோ, தெரியலங்கம்மா. ஆனா இங்க 2 ஆவிங்க தான் வந்து உட்கார்ந்துட்டு இருக்குது. அது காஸ்ட் அது 2 இங்க உட்கார்ந்து ஆம்லெட் சாப்பிட்டுட்டு இருக்குது. அம்மா, நான் சினிமால தான் ஆவி எல்லாம் பாத்துர்க்கேன். ஆனா நான் நெசமாலுமே இந்த வீட்ல தான் ஆவி பாக்குறேன். ഹലോ, ആ മമ്മി എവിയാ? പുതിയ വേലക്കാരി സൂപ്പർ സാധനല്ലേ? സോനുണ്ട് കൂടെ. ശരി, ഓക്കെ, റൈറ്റ്. அப்படி போட அருவாள. 2 பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா? ஆனா நான் ஒண்ணும் பயப்படல. எப்படி என் நடிப்பு? How is it? சூப்பர். Thank you. சரி. இந்த வீட்ல ஒரே பையன் தான அம்மா சொல்லிருக்காங்க. ஆனா பாப்பா பாக்குறதுக்கு புதுசா இருக்கு. யார் அது? கண்டிட்டு ஆராட்டா தோணனே. லவ்ஸ் நினைக்கிறேன். நம்ம பார்ட்டியா? 2 பேரும் அப்படியே சேர்ந்து நில்லுங்க பார்க்கலாம். அடடடடட, சூப்பர்மா. உங்க 2 பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி, கமலஹாசன் ஸ்ரீதேவி மாதிரி பொருத்தமா இருக்கு. சரி, எப்ப கல்யாணம்? ஐயோ, இது லவ்வும் காதலொന്നും അല്ല. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സോന. അടുത്ത വീട്ടിലെ. அடுத்த வீடா? அப்படி பாரு. அடுத்த வீட்டு பொண்ணு நமக்கு நினைச்சவன் பேப்பர் அடிக்கிட்டு ராக்கெட் விட்டவன் கண்ணால பார்த்து சைட் அடிச்சவன். லவுட் ஆவுறீங்க, லவுட். 2 பேர் போய் உட்காருங்க, காபி போட்டு கொண்டு வரேன். ஓகே. ഈ കേസ് കൊള്ളാമല്ലോടാ. വേഗമാ. അവിടെ പോയി നിൽക്കാം. ചേട്ടാ ഒന്ന് നിന്നോട്ടെ. അയ്യോ, ഫുള്ളായി. നീ ഒരൊറ്റ ഒരുത്തം കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? നേരെ അങ്കിൾസിൽ പോയി ഓരോ ഐസ്ക്രീം അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോവാ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാ മതി. എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധ? അതെ. എങ്കിൽ നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പട്ടെ. ഹായ് പ്രകാശ്. ഹായ് സഞ്ജു. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കാൻ പോയിരിക്കേ എബി. എനിവേ, വിട്ടോളൂ. ക്യാരി ഓൺ. ഞാൻ വേണേ സാക്രിഫൈസ് ചെയ്യാം. ഈ ടിക്കറ്റിന് സോനയ്ക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ. അവള് വരുവോ? അത് നിന്റെ മിടുക്ക്. അപ്പൊ എബി? സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ചെല്ലടാ. എന്താ കേറിയില്ലേ? പടം തുടങ്ങും. അത് പിന്നെ സഞ്ജു കണ്ടതാ പടം. ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്? അല്ല, എന്റെ ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത്. ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല, ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല. ബ്ലാക്കും ഇല്ല, വൈറ്റും ഇല്ല. വാ, നമുക്ക് പോവാം. ഞാനില്ലാന്ന് പറഞ്ഞില്ലേ? പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ടേ സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേര് വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല, ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ. അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും. അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ. പ്രകാശും സഞ്ജുവും നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്. പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു. നമ്മൾ ഭേഷ പടം കാണുന്നു. വാ. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്. അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ. പടം തുടങ്ങി തോന്നുന്നു. നമുക്ക് കയറാം പ്രകാശ്. അപ്പൊ ബേബി പറഞ്ഞ പോലെ. ബൈ സഞ്ജു. പ്രകാശ്, ആ ടിക്കറ്റ് കാണിച്ചേ. സീറ്റ് നമ്പർ ഉണ്ട്. H14. ഡബിൾ ചെക്ക്. H15. അയ്യോ, തൊട്ടടുത്ത സീറ്റ്. ഓക്കേ ദെൻ ബൈ. ഏയ്, താങ്ക് യു പ്രകാശ്. സഞ്ജു, ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം. ഓക്കേ. പോക്കൃത്തരമാണല്ലോ അവള് കാണിച്ചത്. ഒന്ന് ചമ്മേ, എന്നാലും സാരമില്ല. I like her smartness. Come on, Ebi, pass it here. Jackson, back.
ഹലോ സോന, ഹായ്. എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോന്നില്ലേ? ദേ കോന്തന്റെ ബൈക്ക് കേടാ, അവനെയും കാത്തിരിക്കുവാ. ഡ്രൈവർ പണി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് മൂവി. യു ആർ സോ സ്മാർട്ട്. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. Is it? ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യായിരിക്കും. ഏയ് നെവർ. നിക്ക് ഒരു 5 മിനിറ്റ്. ഓയ് ഒരു 5 മിനിറ്റടാ. ഏയ് എന്താ നിക്കുന്നേ? കം സെറ്റ്. എബിയുടെ കൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും സോനയെ തനിച്ച് കണ്ടിട്ടില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? I thought you were in love. Sorry, ഞാൻ പറഞ്ഞല്ലോ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ മനസ്സിലായി, I was mistaken. ഫൈനൽ ഇയറാ ഞങ്ങൾ ഈ കോളേജില്. പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. I'm sorry, really sorry. ബൈ. ഹായ് പ്രകാശ്. Hi അബി. ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ സഞ്ജുന്റെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല. പോടാ. ബൈ പ്രകാശ്. വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. See you. ബൈ. എന്താ പിന്നെ ഒലിപ്പേര് തന്നെയാണോ? ഇത് അത് തന്നെയാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ ഞാൻ ഇടപെടണോടാ. വേണ്ടി വന്നേക്കും. ഇപ്പൊ സമയായിട്ടില്ല. എന്താടാ? പ്രകാശിന് ഒരു സംശയം, നമ്മൾ തമ്മിൽ ലവ് ആണോന്ന്. അങ്ങനെ ചോദിച്ചോ അവൻ? ആഹാ, ആള് വിചാരിച്ച പോലെ അല്ലല്ലോ, ചെങ്കീരിയാണല്ലോടാ. ഓട്ടടാ. ആ എവിടം വരെ പോകും നോക്കാം അല്ലേ? ഹായ് മേനൻ. ഹായ് എബി. സ്കോർ 3. 98 for 5. നമ്മുടെ കാര്യം പോക്കാണ്. ഇനിയിപ്പോ മാർച്ച് 31 വരെ എന്റെ ക്രിക്കറ്റ് കളി കാണൽ ഇവിടെയാ. അവിടെ ലക്ഷ്മിക്ക് SLC കാരണം കേബിൾ കട്ട് ചെയ്തു. ക്രിക്കറ്റ് കാണാതെ എനിക്ക് ഉറക്കം വരില്ല. നമ്മുടെ മോക്ക് മനസ്സിലാവണ്ടേ? ഏയ് രുക്കു, മമ്മി വന്നില്ലേ? ഇല്ല, ലേറ്റ് ആവുന്നു. ഫോൺ വന്നിച്ച്. എനിക്കൊരു ചായ അങ്കിളും വേണേ. எபி எங்க உன் சைட்? நான் ஸ்பெஷல் மிளகா பஜ்ஜி போட்டு வச்சிருக்கேன், வர சொல்லு. എത്തിരിക്കപ്പെട്ട് മുളകാ ബജി. അരേ വാ, ഞാൻ ഇപ്പൊ ആളെ വിളിക്കാം. ஹேய், எத்திரிக்கப்பட்ட மிளகா பஜ்ஜி போறட்டே. சாப்பிட்டு பார்த்துட்டு சொல்லு. ஓகே. ക്യാച്ച്. ഏ സോന, നിനക്കറിയോ നമ്മുടെ രുക്കുവിന്റെ എത്തിരിക്കാപ്പെട്ടി മുളകാ ബജി ரொம்ப ഫേമസ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് രുക്കു നിന്ന ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പിൽസ് ഈ മുളകാ ബജി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു സൈറ്റ്. நான் ஒண்ணு சும்மா வரல, நல்ல மூஞ்சி மேல 4 அரை அரைஞ்சிட்டு தானே வந்தேன். കുറച്ച് വെള്ളം. இந்த ஆளோட பெரிய லொல்லா போச்சுப்பா. காலையில இருந்து இன்னொரு வரைக்கும் 9 தடவை தண்ணி வாங்கி குடிச்சிட்டான். இந்த ஆளு என்ன முனிசிபாலிட்டி வாட்டர் டேங்கா தண்ணிய வாங்கி வாங்கி உள்ள ஸ்டோர் பண்ணிக்கிறதுக்கு. மத்தியானம் வேற சாப்பாட்டுக்கு வீட்டுக்கு போயிட்டு நல்ல மூக்கு முட்டை மொக்கிட்டு வந்துட்டான். சாயந்தரம் சன் டிவில எம்ஜிஆர் படம், அன்பேவா லவ்ஸ் படம் பார்க்க முடியாது போல இருக்க. இந்த ஆளுக்கு வேற வேலையே இல்ல. ஏய் மூப்பில்ஸ் ரிட்டயர்ட் கேனலா. ஆமா, கேனலாவது கோணலாவது. எனக்கு இந்த ரிட்டயர்ட் கேலட் பையில பார்த்தாலே தலையில இருந்து கால் வரைக்கும் உடம்பெல்லாம் தக தகான்னு எரியும். அதுவும் இல்லாம நம்மள மாதிரி வயசு பொண்ணுங்களை பார்த்தாலே இந்த கிழட்டு பையிலுக்குள்ள ஒரு இது வரும்பா. இதா ஜல்சாதே. ஓ மேனன் ഞങ്ങൾ പാവല്ലേ രുക്കു. പാവമെല്ലാം പോക പോകത്താനേ தெரியும். ക്രിക്കറ്റുകളുടെ പേരും പറഞ്ഞുള്ള മേനോനങ്ങളുടെ ഇരിപ്പില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോടാ? അല്ല, ആള് പണ്ടേ ഒരു ചിക്കൻ 65 ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഈ കോളനിയില് ചിക്കൻ 65ഉം ബട്ടർ ചിക്കൻ ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണോ? എന്താ നമ്മൾ മോശാണോ? ஹாய் சோனபிஸ், எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம். நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே கொடுத்தேன்னா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு. அது என்னன்னே எனக்கு புரிய மாட்டேங்குது. சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட். இது மலையாளமும் இல்ல. சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு. அது என்ன இளவனே புரிய மாட்டேங்குது. പറഞ്ഞോ പറഞ്ഞോ ചൊല്ലി ചൊല്ലി അപ്പ ചൊല്ലില്ലേ? ചൊല്ലിച്ചപ്പ എടാ എബി അത് ചൊല്ലിയടാ. ചൊല്ലിയടാ. തണ്ണി വാങ്ങി കുടിച്ചപ്പോൾ മേനോ ഞങ്ങളായി ചൊല്ലിയല്ലേ? ചൊല്ലിയല്ലേ? ഇതാണ് മേനോ ഞങ്ങളുടെ കുഴപ്പം. ഇത് തന്നെയാണ് മേനോ ഞങ്ങളുടെ കുഴപ്പം.
അന്ന് പിള്ള സാറിന്റെ വീട്ടിൽ ടി വി കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന ജാനകിയുടെ കൈ പിടിച്ച് മേനോൻ ഞങ്ങൾ ഇത് എന്നെ പറഞ്ഞു. എന്നാ പറഞ്ഞു? എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കല്യാണമാവാത്തൊരു കന്നിപ്പെണ്ണിനെ നോക്കി മേനോൻ ഞങ്ങൾ ഇത് പറഞ്ഞില്ലേ? മഹാമോശം, മഹാമോശം, മഹാമോശം. അയ്യോ അയ്യോ അയ്യോ. എബി കളി നിർത്തി, മഴ, ഞാൻ ഇറങ്ങുന്നു. ഡാഡിയോട് പറഞ്ഞേക്കോ. ഓക്കെ. അയ്യോ അങ്ങൾ അതേ മുളകാ ബജി വേണ്ട, എനിക്ക് തിന്നൂടാ, അൾസറാ. രുക്കു, എന്നാ നാളെയും വരുന്നുണ്ട് ഞാൻ. ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശുക്രിയ. അയ്യോ ചൊല്ലി ചൊല്ലി പിന്നെയും ചൊല്ലി നമ്മുടെ പൊമ്പല് വെച്ച് ചൊല്ലി. എല്ലാം കൈവിട്ട് പോയി. என்ன குழப்பாம விஷயம் என்னன்னு சொல்லுங்கப்பா. அது எങ്ങനെ சொல்லணுது? வாயில தான் சொல்லணும் ஜானியே. എന്നാ നമുക്ക് ചൊല്ലല്ലേ? നീ ചൊല്ലു. நீ சொல்லு. ஐயா ஐயா யாராவது ஒருத்தர் விஷயத்தை சொல்லுங்கப்பா. ശുക്രിയ എന്നല്ലേ ചൊല്ലിയത്? ശുക്രിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയോ? ശുക്രിയ. I love you. அடங்கொக்க மக்க என்ன பார்த்தாடா ஐ லவ் யூன்னு சொன்ன? அடே சொட்ட மண்ட, இந்த எத்திரிக்கா பட்டி குட்டியா நீ என்னன்னு நினைச்ச? உன்னை என்ன பண்றேன்னு பாருங்க.